നമസ്കാരം, ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജെറോം ബിനോയ്. പ്രധാന വാർത്തകൾ. ജൂലൈ 28 പൂർണ്ണദണ്ഡ വിമോചനം പ്രഖ്യാപിച്ച് വത്തിക്കാൻ. മോദിയുമായി നിർണായക ചർച്ച നടത്തി ഭാരത മെത്രാൻ സമിതി. മനുഷ്യബുദ്ധിയെ നിർമ്മിത ബുദ്ധിക്ക് അടിമയാക്കരുത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ബ്രസീൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കത്തോലിക്കലുള്ള രാജ്യം. ജൂലൈ 28 വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ. വാർത്തകൾ വിശദമായി. ജൂലൈ 28 പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ച് വത്തിക്കാൻ. 4ാമത് ആഗോള വയോജന ദിനമായ ജൂലൈ 28 രോഗികളും നിരാലംബരും വൃദ്ധരുമായവരെ സന്ദർശിച്ച് അവരോടൊപ്പം സമയം ചെലവിടുന്ന എല്ലാ കത്തോലിക്ക വിശ്വാസികൾക്കും പൂർണ്ണ ദണ്ഡവിമോചനത്തിനുള്ള സാധ്യത അറിയിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച് വത്തിക്കാൻ. കുംഭസാരം, വിശുദ്ധ കുർബാന സ്വീകരണം, പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നീ 3 നിബന്ധനകൾ പൂർണ്ണ ദണ്ഡവിമോചനം നേടുന്നതിലേക്കായി പൂർത്തിയാക്കുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം സഭ നൽകുന്നത്. 2021 വിശുദ്ധ അന്നയുടെയും ജോവാക്കിമിന്റെയും തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ 4ാമത്തെ ഞായറാഴ്ച ആഗോള വയോജന ദിനമായി ആചരിക്കാൻ ഫ്രാൻസിസ് പാപ്പ ആരംഭിച്ചത്. 2024 ആഗോള വയോജന ദിനത്തിന്റെ ആശയമായി 71ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള വാർത്തികത്തിൽ എന്നെ തള്ളിക്കളയരുതേ എന്ന വാക്യമാണ് പാപ്പ സ്വീകരിച്ചിരിക്കുന്നത്. ഏകാന്തതയും രോഗവും മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ വയോജനങ്ങൾക്കുമായി സമയം കണ്ടെത്തുവാനും അവരെ സന്തോഷിപ്പിക്കുവാനും അവരിൽ നിന്ന് പഠിക്കുവാനും പാപ്പ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മോദിയുമായി നിർണായക ചർച്ച നടത്തി ഭാരത മെത്രാൻ സമിതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച വേളയിൽ 3ാം പ്രാവശ്യവും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ നരേന്ദ്രമോദിക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ വികസനത്തിന് ക്രിയാത്മകമായി സംഭാവന നൽകാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത CBCI ആവർത്തിച്ചു. മതപരിവർത്തന നിയമങ്ങളുടെ ദുരുപയോഗവും ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണത്തിലും CBCI ആശങ്ക രേഖപ്പെടുത്തി. ഈ കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തു. കൂടാതെ രാഷ്ട്ര നിർമ്മാണ ശ്രമങ്ങളിൽ തങ്ങളുടെ പിന്തുണയും അവർ ഉറപ്പു നൽകി. മനുഷ്യബുദ്ധിയെ നിർമ്മിത ബുദ്ധിക്ക് അടിമയാക്കരുത് ഫ്രാൻസിസ് പാപ്പ. നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യ വികസിക്കുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും മനുഷ്യ വ്യക്തിയുടെ മഹത്വം അവഗണിക്കരുത് എന്ന് ഫ്രാൻസിസ് പാപ്പ. ദക്ഷിണ ഇറ്റലിയിലെ സാവല്ലത്രി പട്ടണത്തിൽ നിന്ന് നടന്ന G7 രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്ന അദ്ദേഹം ദക്ഷിണ ഇറ്റലിയിലെ സാവല്ലത്രി പട്ടണത്തിൽ നടന്ന G7 രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്ന അദ്ദേഹം അതിഥി രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉച്ചകോടിക്കെത്തിയിരുന്നു. നിർമ്മിത ബുദ്ധിയെ അതിരുവിട്ട് ആശ്രയിക്കുമ്പോൾ മനുഷ്യബന്ധങ്ങൾ യാന്ത്രികമായി തീരുമെന്ന് പാപ്പ മുന്നറിയിപ്പ് നൽകി. ബ്രസീൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള രാജ്യം. ലോകത്തെ ഏറ്റവും അധികം കത്തോലിക്കരുള്ള ബ്രസീൽ ആദ്യ കുർബാന അർപ്പണം നടന്നത് 500 വർഷം മുമ്പ്. 18 കോടിയിലേറെ വിശ്വാസികളുമായി ബ്രസീൽ ലോകത്തെ ഏറ്റവും അധികം കത്തോലിക്കരുള്ള രാജ്യമാണെന്ന്. മെക്സിക്കോ 2ാം സ്ഥാനത്തും ഫിലിപ്പീൻസ് 3ാം സ്ഥാനത്തുമാണ്. ഇന്ന് ഈ രാജ്യത്തെ 70% പേർ കത്തോലിക്ക വിശ്വാസികളാണ്. 44 അതിരൂപതകളും 216 രൂപതകളും ഉൾപ്പെടുന്നതാണ് ബ്രസീൽ കത്തോലിക്ക സഭ. ചരമം. കൊറ്റമ ഇടവകാംഗമായ ഫാദർ ഗോഡ്വിൻ മണവാളൻ അച്ഛന്റെ ഇരട്ട സഹോദരനായ റൈഗൻ ജോസിന്റെ ദാരുണാന്ത്യം നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. ആദരണീയനായ മാർ തോമസ് ചക്കിയത് പിതാവ് ഞായറാഴ്ച നടന്ന സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അനുശോചനം രേഖപ്പെടുത്തി. ജൂലൈ 28 അൽഫോൺസാമ തിരുനാൾ. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായി അംഗീകരിക്കപ്പെടാൻ സാധിച്ച ഭാഗ്യവതിയാണ് സിസ്റ്റർ അൽഫോൺസ. ഇന്ത്യ പോലൊരു രാജ്യത്ത് നിന്ന് സാധാരണക്കാരിയായി ഈ സ്ഥാനത്തെത്തുവാൻ അവളെ സഹായിച്ചത് ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലുള്ള ശ്രദ്ധയായിരുന്നു. ഒരു ശിശുവിനെ പോലെ നിർമ്മലയാകാതെ വിശുദ്ധയുടെ കിരീടം ലഭിക്കുകയില്ലെന്ന് അവൾ നല്ലപോലെ മനസ്സിലാക്കിയിരുന്നു.
സഹനത്തെയും വേദനകളെയും തിരസ്കാരങ്ങളെയും എല്ലാം അവൾ നിഷ്കളങ്കത കൊണ്ട് കീഴടക്കി. സഹനത്തിന്റെ അഗ്നിയിൽ അവൾ ശുദ്ധീകരിക്കപ്പെടുകയായിരുന്നു. സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് സന്യാസത്തിന്റെ മാറ്റ് വർദ്ധിപ്പിച്ച് അൽഫോൺസാമ 1946 ജൂലൈ 28 തീവ്രമായി വേദന അനുഭവിച്ചുകൊണ്ട് ആണ് തന്റെ സഹനബലി പൂർത്തിയാക്കിയത്. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.